ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും കഴിഞ്ഞു പോയ ഈദ് മുബാറക്ക്. അപ്പം എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങളും അടിച്ചു പൊളിച്ചു. ഇത് നമ്മളുടെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ്, പെരുന്നാൾ കോടി എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് കുറേ ദിവസമായി പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട്, അപ്പം നമുക്ക് സമയം കിട്ടിയിട്ട ഇപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അനിയനിവിടെ ഗുസ്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടിയോട് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ് അനിയൻ. അപ്പം ഞാൻ പള്ളിക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പള്ളിക്ക് പോകുക എന്തെല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അവിടെ ഭയങ്കര ശബ്ദമായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ പള്ളിയിൽ പോയി. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇച്ചാവും അനിയനും വന്നു കേട്ടോ പള്ളിയിലേക്ക്. അപ്പം പള്ളിക്ക് പോവുകയാണ്. പത്തരീന്റെ എണ്ണ തിളക്കാൻ വെച്ചു. അവളെണ്ണായി പത്തറി എണ്ണയിലേക്ക് ഇട്ടു. നല്ല വെള്ളം പൊന്തി 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 വരവായി. ക്യാമറന്റെ സ്ക്രീൻ അടിച്ചു പോയി. അപ്പം നമ്മുടെ നെയ്പത്തിരി എളുപ്പപ്പത്തയിലേക്ക് മാറ്റി, പിന്നെ നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി നമ്മൾ തിന്നാൻ പോവുകയാണ്. രാവിലത്തെ ഫുഡ് നമ്മൾ തിന്നാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് കുഴിമന്തി റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. മാഗി ക്യൂബിൻ്റെ കവർ എടുത്ത് പൊളിച്ച് പൊടി പൊടിയാക്കിയിട്ടാണ് ഇടേണ്ടത്. നമ്മൾക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മല്ലിച്ചപ്പ് മുറിച്ചെടുക്കുക. നമ്മൾക്ക് മല്ലിച്ചപ്പ് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മളെടുത്ത് വലിയ പാനിലേക്ക് മാറ്റിയാണ് നമ്മുടെ മന്തിൻ്റെ ചിക്കൻ. നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ചു കേട്ടോ. ബാക്കിയാക്കി വെച്ചു. അപ്പോൾ ഉമ്മ ആ മസാല ചൊല്ലിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ പൊത്തി വെച്ചു. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ വെന്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, സകയും തിളയും. പിന്നെ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരി ബസ്മതി റൈസ് കുതിർത്തി വെക്കാൻ പോകുന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചു. ഇത് നമ്മൾ കോഴി വേവിക്കുന്നതിന് മുമ്പേ കുതിർത്തി വെച്ചു. അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറിയതാണ്. പിന്നെ നമ്മൾ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താക്കി, അരി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നില്ലേ? അത് സക കൊണ്ട് കാണാവുന്നതാണ്. സ്ക്രീനിലേക്ക് അടിക്കുമ്പോൾ കാണാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഇടേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ അരിപ്പവട്ടയിലേക്ക് മാറ്റിയാണ്. അരിപ്പവട്ടയിലേക്ക് ചോറ് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കേക്ക് കച്ചമ്പറാക്കാൻ വേണ്ടിയിട്ടുള്ള കക്കിരി മെറിച്ചിടുകയാണ്. മുറിച്ച് കഴിഞ്ഞു ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്ന കാഴ്ചയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും കൂടി മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തു. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചവറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
ചോറ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഇട്ടിട്ട് വരുന്നു. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചാർക്കോൾ കത്തിക്കുകയാണ്. നമ്മൾ പൊത്തി വെച്ചു. ഈദ് ഹൗസ്, ഫസ്റ്റ് ഹൗസ് കുഞ്ഞ ഹൗസ്. അപ്പം നമ്മൾ ഈദ് ഹൗസ് കുഞ്ഞാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ പെരുന്നാളും നമ്മൾ ആദ്യം കുഞ്ഞാൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു പോയത്. അന്നെ അപ്പം ഇപ്രാവശ്യം ആദ്യം കുഞ്ഞാൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഏതാ പോവുകയാണ് കേട്ടോ. ഇതാ അപ്പോൾ ഇവർ എന്തൊക്കെയോ സുറപര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആണ് അനിയൻ്റെ സ്കൂള്. ഇപ്പം അനിയൻ ഫസ്റ്റ് സ്റ്റാൻഡിലെത്തി. മുന്നേ UKG ക്ലാസ് ഈ കെട്ടിടത്തിലാണ് ഉണ്ടായത്. ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡ് ഏത് കെട്ടിടത്തിലാണെന്നറിയില്ല. ചിലപ്പോൾ ആ കെട്ടിടത്തിലെത്തും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും കെട്ടുന്നിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡാണ്. കഴിഞ്ഞ പെരുന്നാൾക്ക് എന്താണ് പറഞ്ഞത്, പുസ്തകങ്ങൾ വാങ്ങുന്ന വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പുസ്തകം ഇതുവരെ കിട്ടിയില്ല. സ്കൂളൊക്കെ തുറന്നു, എൻ്റെ പുസ്തകം ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന ഞങ്ങൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേയിൽ ഇടാറുണ്ട്. അപ്പോൾ ഗായ്സ് എത്താറായിട്ടുണ്ട്. അതിനൊരു 5-10 മിനിറ്റ്സ് 9 എന്തായാലും 8 മിനിറ്റ്സ് നടന്നാൽ മതി. ഓക്കെ, എന്തായാലും എത്താറായിട്ടുണ്ട്. ഇപ്പോൾ 42 ആയി. എത്ര സമയം എത്തുമെന്ന് ഞാൻ എത്തുമ്പോൾ സമയം പറഞ്ഞുതരാം കേട്ടോ. 10:42 നടത്തുകൊണ്ട് എത്ര സ്പീഡിലാണ് നടക്കുന്നത് നോക്ക്. പറഞ്ഞു നിർത്തിയത്, എൻ്റെ സ്കൂളിൽ ഇതുവരെ പുസ്തകം കിട്ടിയിട്ട. അതുകൊണ്ട് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒന്നും ഇട്ടിട്ട. സ്കൂളൊക്കെ തുറന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ഈ പുസ്തകം കിട്ടിയിട്ടാകുമ്പോൾ എപ്പോഴാണ് പുസ്തകം കിട്ടുന്നത് അന്ന് തൊട്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന വീഡിയോ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ എന്നൊന്നും വിചാരിക്കണ്ട, 5 ഡേ ഓൾറെഡി കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ കുഞ്ഞാൻ്റെ പേര് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ 45 ആയിട്ടുണ്ട്. ഇതാണ് കുഞ്ഞാൻ്റെ പേര്. അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടീനെ എങ്ങനെ കെണിയിൽ വീഴ്ത്താം? എന്താ കുട്ടാ വരുന്ന നമ്മളൊക്കെ വരുന്ന. പിന്നെ നമ്മളുടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ ഇച്ചാൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ജ്യൂസൊക്കെ ആക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ലഘു എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നു പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലായി. സർപ്രൈസ് ആയിരിക്കട്ടെ. നമ്മളിപ്പോൾ മുത്തമ്മാൻ്റെ അവിടെയാണ് പോകുന്നത്. ബൈ ബൈ. നമ്മൾ മൂത്തമ്മാൻ്റെ പക്കത്തി.
Hindi Arabic o sama. Ini enggak cekak pura masih Harbi India. Malayalam. Kurang asing. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.